ഇന്ന് നമ്മൾ ചെയ്യുന്നത് അങ്കമാലി സ്റ്റൈലൊരു പോർക്ക് വരട്ടിയത് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമ്മൾ ചീഞ്ചട്ടി ചൂടായി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. ഒരു 2 സബോള നന്നായിട്ട് അരിഞ്ഞത് അതിലേക്ക് ചേർത്തു. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. അതിൽ വഴറ്റി തുടങ്ങുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് നമ്മുടെ രഹസ്യക്കൂട്ട് ചേർക്കുകയാണ് കേട്ടോ. രഹസ്യക്കൂട്ട് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, അതുപോലെ തന്നെ വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി, ഇതെല്ലാം കൂടെ നന്നായിട്ട് ചതച്ചത്. ഞാനത് മിക്സിയുടെ കറിവേപ്പിലയാണ് ഇതിൽ നമ്മളൊരു എക്സ്ട്രാ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അത് ഭയങ്കര ടേസ്റ്റിയാണ് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ കേട്ടോ. അത് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് വെള്ളം ചേർക്കാതെയാണ് ചതച്ചെടുത്തത്. അത് പെട്ടെന്ന് തന്നെ ചതഞ്ഞ് കിട്ടും. അതും കൂടി ആഡ് ചെയ്ത് അതിലേക്ക് നമ്മൾ മസാലക്കൂട്ടുകൾ ആഡ് ചെയ്തു. അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് പെരിഞ്ചീരകം ചതച്ചത് കൂടെ ആഡ് ചെയ്തു. നന്നായിട്ട് വഴറ്റി വരുന്നതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പോർക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പോർക്ക് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അതിൽ നെയ്യ് ഉണ്ടായിരുന്നു. അത്ര പെട്ടെന്ന് അത് ശ്രദ്ധിക്കാതെ മുഴുവനോടെ നെയ്യ് കുറച്ച് മാറ്റി വയ്ക്കാതെ ഞാൻ ഇട്ടുപോയി. പിന്നെ അത് എന്ത് ചെയ്യുമെന്നുള്ള ആലോചനയിലാണ്. കുറച്ച് കഴിഞ്ഞപ്പം മസാലകളൊക്കെ ആഡ് ചെയ്യുകയും ചെയ്തല്ലോ. എനിവേ എന്തായാലും ഇത്രയും നെയ്യ് ആവശ്യമില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ ആ നെയ്യ് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. പക്ഷേ അങ്ങനെ മാറ്റി വയ്ക്കുമ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, നമ്മൾ ആ മസാലകളൊക്കെ നഷ്ടപ്പെട്ട് പോകുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മാറ്റിയതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടുകളും കറി പാകമായി വന്നപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലും സംഭവിക്കണമെങ്കിൽ ചെയ്താൽ മതി. എനിവേ നമ്മളത് ഒന്നും കൂടി വഴറ്റി അതിലേക്ക് ഞാൻ കുറച്ച് വേപ്പില കുറച്ചും കൂടി ഇട്ട് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടെ ഇട്ട് ആ എണ്ണയിലും അതുപോലെ തന്നെ ആ നെയ്യിലും കിടന്ന് ഒന്നും കൂടെ നന്നായിട്ട് മൊരിയത്തക്ക രീതിയിൽ കുറച്ച് നേരം കൂടെ അടുപ്പത്ത് വെച്ചു. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത്. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. നമ്മുടെ സംഭവം റെഡി. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഭയങ്കര കാണുമ്പോൾ തന്നെ കൊതി കൂറുന്ന വിഭവമായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, സത്യത്തിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സത്യത്തിൽ എനിക്ക് ഈ പോർക്കിനോട് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരാളല്ല, പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. എനിവേ ഞാനിത് നല്ല രീതിയിൽ വന്നു കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് കൂടെ ഒന്ന് ഇടാനായിട്ട് ഓർക്കണേ. താങ്ക്